പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഏറ്റുവാങ്ങിയ എഴുത്തുകാരന് വധഭീഷണി. VS അനിൽകുമാറിന്റെ വീടിന് മുൻപിൽ അജ്ഞാതർ റീത്തുവെച്ചു. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണങ്ങൾ ഉൾക്കൊള്ളുന്ന നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകം വാങ്ങിയത് VS അനിൽകുമാർ ആയിരുന്നു. പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തതിനും സോഷ്യൽ മീഡിയയിലൂടെ CPM നേതൃത്വത്തെ വിമർശിക്കുന്നതിനുമുള്ള ഭീഷണിയായാണ് റീത്തുവെച്ചതെന്നാണ് സൂചന. സംഭവത്തിൽ അനിൽകുമാർ കണ്ണപുരം പോലീസിൽ പരാതി നൽകി. അന്തരിച്ച പ്രമുഖ ചിന്തകനും പ്രൊഫസറുമായ MN വിജയന്റെ മകനാണ് അനിൽകുമാർ. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും ജോസഫ് ചേരുന്നു. ജോസഫ്, സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. ഒരു പുസ്തകം വാങ്ങി എന്ന പേരിലാണ് ഇത്തരത്തിൽ വധഭീഷണി വരുന്നത്. നമുക്കറിയാം, ഈ പുസ്തകം പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ പല ആരോപണങ്ങൾ, പല ഭീഷണികളൊക്കെ വന്നിരുന്ന സാഹചര്യം കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും വധഭീഷണി, അതും എഴുത്തുകാരന്. എങ്ങനെയാണ് ഈ വാർത്തയെ നോക്കിക്കാണേണ്ടത്? അദ്ദേഹം എന്താണ് പറയുന്നത്? മറ്റു വിവരങ്ങൾ. അശ്വതി, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം. അതിൽ വിവാദപരമായ കുറെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്നു. CPM നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയാണ് കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം പ്രകാശനം ചെയ്തത്. ഫണ്ട് തിരിമറിയിലും രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിലും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ ഫണ്ടിലുമായി ഏകദേശം 75 ലക്ഷം രൂപയോളം പ്രാദേശിക നേതാക്കൾ കരസ്ഥമാക്കിയെടുത്തു എന്നാണ് പ്രധാനമായും ഈ വി കുഞ്ഞികൃഷ്ണൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അത് കേവല ആരോപണങ്ങൾ മാത്രമല്ല, അതിന്റെ കണക്കുകൾ കൃത്യമായി ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന ഒരു പുസ്തകം വലിയ രീതിയിൽ ചർച്ചകൾക്കിടയാക്കിയതാണ്. പിന്നീട് രാഷ്ട്രീയ നിരീക്ഷകനും ചിന്തകനുമായിട്ടുള്ള ജോസഫ് C. മാത്യു ആണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. ഇടത് സഹയാത്രികനായിട്ടുള്ള VS അനിൽകുമാറിനാണ് ഈ പുസ്തകം കൈമാറ്റം ചെയ്യപ്പെട്ടത്. അന്ന് തന്നെ VS അനിൽകുമാർ നിശ്ചിതമായ ഭാഷയിൽ CPM-നെ വിമർശിച്ചിരുന്നു. ഇന്നത്തെ കാലത്ത് ചെങ്ങാഴ്ച മുതലാളിത്തത്തിന്റെ വക്താക്കളായി CPM നേതാക്കൾ മാറിയെന്നും ഫണ്ട് തിരിമറി തട്ടിപ്പിലൂടെ വ്യാപകമായി പണം സമ്പാദിച്ചെന്നും ഉള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് അന്ന് ഇവരെല്ലാം തന്നെ ഉന്നയിച്ചിരുന്നത്. അതിനുശേഷമാണ് ഈ ഫേസ്ബുക്കിലൂടെ പലതരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ എത്തിയിരുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇന്ന് പുലർച്ചെ കണ്ണപുരത്തെ ഗേറ്റിന് മുമ്പിലായി റീത്ത് കണ്ടത്. രാവിലെ മകനെ ഫുട്ബോൾ കോച്ചിങ്ങിന് വേണ്ടി പറഞ്ഞയക്കുന്നതിന് വേണ്ടി തുടങ്ങുമ്പോഴാണ് മകന്റെ ശ്രദ്ധയിൽ ഈ റീത്ത് ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് ഈ അനിൽകുമാർ കണ്ണപുരം പോലീസിൽ ഇത്തരത്തിൽ പരാതി നൽകുകയായിരുന്നു. എന്തായാലും ഇത് പിന്നെയും ഈ പയ്യന്നൂർ സംഭവം ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആ സംഭവങ്ങൾ ഒന്ന് കെട്ടടങ്ങിയതാണ്. കണക്കുകൾ അവതരിപ്പിക്കുമെന്ന് CPM നേതൃത്വം വ്യക്തമാക്കിയെങ്കിലും ഇതുവരെയും കണക്കുകളൊന്നും അവതരിപ്പിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ സംഭവത്തിന് ശേഷം ഇത്തരത്തിലൊരു റീത്ത് വെക്കുന്നതിലൂടെ ഈ പയ്യന്നൂരിലെ വിവാദം വീണ്ടും പുകയുകയാണ്. എന്തായാലും ഭീഷണിയെ ഭയക്കുന്നില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ VS അനിൽകുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ശക്തമായി ഇത്തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നയവ്യതിയാനങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിൽ വിമർശിക്കും. വി കുഞ്ഞികൃഷ്ണന് കൃത്യമായി പിന്തുണ അറിയിക്കുമെന്നുള്ള കാര്യമാണ് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത് രാഷ്ട്രീയ വിവാദങ്ങൾ വീണ്ടും ഉടലെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിലിപ്പോൾ കണ്ണപുരം പോലീസിൽ ഇയാളിപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് സുരക്ഷ ആവശ്യമാണ് എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വതി. ജോസഫ്, അതോടൊപ്പം തന്നെ നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകം, ആ പുസ്തകത്തിൽ CPM-നെതിരെയുള്ള വിമർശനങ്ങളുണ്ട്. അണികളെ തിരുത്തണം എന്ന് പറയുമ്പോൾ CPM ഈ നേതൃത്വത്തെ വിമർശിക്കുന്ന ആ വിമർശനം അത്രത്തോളം CPM എന്ന പാർട്ടി ഭയപ്പെടുന്നു എന്നതല്ലേ മനസ്സിലാക്കേണ്ടത്? അശ്വതി, പ്രധാനമായും വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണമെന്ന് പറയുന്നത് ധനരാജ് രക്തസാക്ഷി ഫണ്ട്, ആ ഫണ്ടിൻ്റെ പേരിൽ പാർട്ടി അംഗങ്ങളിൽ നിന്നും അനുഭാവികളിൽ നിന്നും വലിയ തോതിൽ പണം പിരിച്ചിരുന്നു. രണ്ടാമത് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രസീതിലടക്കം കൃത്രിമത്വം കാണിച്ചു. ആ തിരഞ്ഞെടുപ്പ് ഫണ്ട് കൃത്യമായി എത്തിച്ചില്ല. മൂന്നാമത്തത് പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ ഓഫീസ് കെട്ടിടത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാപകമായി പണപ്പിരിവ് നടത്തി. അതായത് സഹകരണ ജീവനക്കാരിൽ നിന്നടക്കം വലിയ രീതിയിൽ പണം പിരിച്ചു. ഈ 3 ഫണ്ടുകളും കൃത്യമായി പാർട്ടിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല, പാർട്ടിയിൽ ഉപയോഗിച്ചില്ല. അത് TI മധുസൂദനന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം നേതാക്കൾ കരസ്ഥമാക്കിയെടുത്തു. ഇതിനെതിരെ പരാതിപ്പെട്ട സാഹചര്യത്തിൽ കൃത്യമായ നടപടി ജില്ലാ കമ്മിറ്റിയോ അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയോ സ്വീകരിച്ചില്ല. തന്നെ പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചതെന്നാണ്
വി കുഞ്ഞികൃഷ്ണൻ ആരോപിച്ചിട്ടുള്ളത്. എന്തായാലും അതിനുശേഷമാണ് വലിയ രീതിയിൽ നേതൃത്വത്തെ അണികളെ തിരുത്തണം എന്നുള്ളൊരു പുസ്തകം പുറത്തിറങ്ങുന്നത്. അതിന് പിന്നാലെ വ്യാപകമായ രീതിയിൽ CPM അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നൊരു സാഹചര്യമാണ് കാണാൻ സാധിച്ചത്. വി കുഞ്ഞികൃഷ്ണന് അനുഭാവപൂർവമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നവരെ നവമാധ്യമങ്ങളിലും സമൂഹത്തിലും അവരുടെ ബൈക്ക് ഉൾപ്പെടെ കത്തിക്കുന്ന രീതിയിലുള്ളൊരു പ്രവണത CPMൻ്റെ ഭാഗത്തു നിന്ന് കണ്ടുവന്നിരുന്നു. മാത്രവുമല്ല, ഈ വിഷയങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് അതുപോലെ തന്നെ അണികളിലേക്ക് പാർട്ടി മെമ്പർമാരിലേക്ക് ഈ കണക്കുകൾ കൃത്യമായി ബോധിപ്പിക്കുമെന്നുള്ള കാര്യം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്ററും കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KK രാഗേഷും പറഞ്ഞതാണ്. പക്ഷേ ഇത്തരത്തിൽ കോർ കമ്മിറ്റികളെല്ലാം ചേർന്നു. അതിനുശേഷം ബ്രാഞ്ച് യോഗങ്ങൾ നടന്നു. ഈ ബ്രാഞ്ച് യോഗങ്ങളിലൊന്നും തന്നെ കണക്ക് അവതരിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമില്ല. ഇപ്പോഴും കണക്കിപ്പോൾ പൂഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. രക്തസാക്ഷി ഫണ്ട് ഈ ആർക്കെങ്കിലും തട്ടിയെടുക്കാനാകുമോ എന്നുള്ളൊരു വൈകാരിക ചോദ്യമാണ് ഇതിനൊരു മറുപടിയായി TI മധുസൂദനൻ നൽകിയത്. അതിനപ്പുറത്തേക്ക് ഒരു മറുപടി പോലും CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ മണ്ഡലത്തിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു ഭീഷണി കൂടി വരുന്നത് അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ചെറുതല്ലാത്ത ക്ഷീണം ജനിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം പാർട്ടിയിൽ ഇതിനോടകം തന്നെ വലിയ രീതിയിൽ അമർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പാർട്ടി അണികളിൽ, പ്രത്യേകിച്ച് പയ്യന്നൂരിലെ പാർട്ടി അണികളിൽ വലിയ രീതിയിൽ നേതൃത്വത്തിനെതിരെ അമർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ അമർഷം മറനീക്കി പുറത്തു വരികയും ചെയ്തതാണ്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ഇത്തരത്തിൽ ഈ സംഭവം കൂടി, അതായത് ഈ റീത്ത് വച്ച സംഭവം കൂടി ആകുമ്പോൾ ഈ വിഷയം കൂടുതൽ കത്തുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും പാർട്ടി ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും നിലവിൽ ഈ എഴുത്തുകാരൻ പരാതി നൽകിയിട്ടുണ്ട്. കണ്ണപുരം പോലീസിലാണ് ഇപ്പോൾ നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. അശ്വിനി. ശരി ജോസഫ്, പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഏറ്റുവാങ്ങിയ എഴുത്തുകാരന് ഭീഷണി ഉണ്ടായിരിക്കുന്നു. VS അനിൽകുമാറിന്റെ വീടിന് മുൻപിൽ അജ്ഞാത റീത്ത് വെച്ചു. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണങ്ങൾ ഉൾക്കൊള്ളുന്ന നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകം ഏറ്റുവാങ്ങിയത് VS അനിൽകുമാർ ആയിരുന്നു. വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്നും ജോസഫ് നൽകിയത്.